ഞാൻ ഇത്രയും എക്സ്പ്ലോർ ചെയ്ത വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊന്നൊരു 1 ഇയർ നോക്കി കഴിഞ്ഞാൽ സോളാറിൽ ഒരുപാട് ചേഞ്ചസ് വന്നു അല്ലേ? പ്രത്യേകിച്ച് അതിനകത്തുള്ള ടെക്നോളജിയിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി സംസാരിക്കുന്നവർ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡിനെ കുറിച്ചിട്ടാണ്. ഞാനും കഴിഞ്ഞ തവണയൊക്കെ വീഡിയോയിൽ വന്നപ്പോൾ ഓൺ ഗ്രിഡിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തതിൽ ഞാനിപ്പോൾ ഹൈബ്രിഡിൽ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കിപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി, പിന്നെ ഇലക്ട്രിസിറ്റി ഫെയിലിയർ. ഇപ്പോൾ നമ്മൾ പവർ കട്ടെന്ന് സർക്കാർ പറഞ്ഞില്ലെങ്കിലും അപ്രഖ്യാപിത പവർ കട്ടുകൾ വരുന്നുണ്ട്. ചേട്ടാ, ഇനി ഭാവിയിൽ ഇപ്പോൾ ഉള്ള EV വണ്ടികളുടെ ഒരു സാധ്യത നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ഇതിന്റെ റൂഫ് ടോപ്പ് തന്നെ നമുക്ക് പാനൽസ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ അല്ലേ ചാർജിങ് കാര്യങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ വീണ്ടും ഒക്കെ അഡ്വാൻസ്ഡ് ആവേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു എഫിഷ്യൻസി ഇപ്പം ഒരു സോളാർ പാനലിൻ്റെ എഫിഷ്യൻസി ഒക്കെ എനിക്കൊന്ന് 24% ഉള്ളൂ. അത് ഇപ്പം വേറെ അല്ലാതെയുള്ള അടിസ്ഥാനത്തിലൊക്കെ യൂസ് ചെയ്യുന്ന അതിൽ കൂടുതൽ 30% മുകളിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഇത് കുറച്ചുകൂടെയൊക്കെ എഫിഷ്യൻസി കൂടി പുതിയ ടെക്നോളജി വരുമ്പം നല്ലതായിരിക്കും. ഇപ്പോൾ ആദ്യമേയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പ് ഞാൻ 16-17 എനിക്ക് തോന്നുന്നു ഒരു 18% എഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ 24%. ഇപ്പോൾ അടുത്ത സമയത്ത് നമ്മൾ കാണുന്ന ഒരുപാട് വീഡിയോകളാണ് ഈ റൂഫിംഗ് ഷീറ്റുകളിൽ സോളാർ കണക്റ്റഡ് ഷീറ്റുകൾ. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊന്നും അതിൻ്റെ ഇത് കണ്ടിട്ടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ വലുതായിട്ട് വന്നിട്ടില്ല. എന്താ വെച്ചാൽ അത് കോസ്റ്റും കൂടുതലാണ്. അത് എത്രത്തോളം റിലയബിൾ ആണെന്നുള്ളതും ഒക്കെ ഒരു ചേട്ടാ, നിലവിൽ നമ്മുടെ ഇവിടെ ഈ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സോളാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം എന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റീസ്. അത് ഞാനത് പറയാനായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് മെയിനായിട്ട്. ഒന്ന്, നമുക്കിപ്പം എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർക്ക് നമ്മളിപ്പോൾ 140 അസംബ്ലിയിലും ഫ്രാഞ്ചൈസി കൊണ്ടുവരിക എന്നുള്ളതാണ് റെനർജിയുടെ ഒരു ഡ്രീമും ഒരു വിഷനും. ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ എല്ലാ കസ്റ്റമറിനും അല്ലെങ്കിൽ റെനർജിയുടെ മാത്രമല്ല സോളാർ വെച്ചിട്ടുള്ള എല്ലാവർക്കും സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം. അതായത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. അപ്പം അതൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റീസാണ്. ഇത്തിരി സ്ട്രഗ്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒട്ടും ഈസി അല്ല സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുകയും എത്രയും പെട്ടെന്ന് സർവീസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞപ്പം പാനലിൻ്റെ ക്ലീനിങ് നമ്മൾ ചെയ്യുമെന്ന് ചോദിക്കാം. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ ലേഡീസ് ആവാം, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ. അപ്പം അവർക്കൊരു ക്ലീനിങ് ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൂടാതെ തന്നെ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ ഇതുവഴി വരുന്ന റെഫറൻസുകളായാലും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫ്രാഞ്ചൈസി വഴി കൂടുതൽ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 35ഓളം ഫ്രാഞ്ചൈസിയും ഏകദേശം 60ഓളം ഡീലേഴ്സുമാണ് നമുക്കിപ്പം കേരളത്തിൽ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ളത്. ഈ ഡീലർ ഫ്രാഞ്ചൈസി എന്താ ഡിഫറൻസ്? അപ്പോൾ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിക്ക് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഓഫീസ് കാണും ആ ഒരു അസംബ്ലിയിൽ. അപ്പം നമുക്ക് ആ ഒരാൾ പോയി അവിടെ പറയാം, വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വർക്കിംഗ് ആയിരിക്കണം. ഒരു 9 to 5 നമ്മുടെ ഒരു ബോർഡ് കാണും. നമ്മുടെ ഒരു അതായത് ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ആളുടെ സ്റ്റാഫുകൾ കാണും. അപ്പോൾ ഈ ഫ്രാഞ്ചൈസിയിലേക്ക് ഇപ്പം 140 ഫ്രാഞ്ചൈസി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മിനിമം ഒരു 2 സ്റ്റാഫുകളെങ്കിലും വേണം. ഒന്ന് ഫീൽഡിലേക്കും അവിടെ ഓഫീസിലേക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഒരു 10-280 പേർക്ക് അല്ലെങ്കിൽ 100-300 പേർക്ക് ഈസി ജോബാണ്, ഡയറക്റ്റ് ജോബ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മളിപ്പം വളരെ, അതായത് ഇപ്പോൾ പാനൽ ക്ലീനിങ്, ഇപ്പോൾ വേറൊരാളിനെ വിളിച്ചിട്ട് വന്നില്ല, അല്ലെങ്കിൽ സിസ്റ്റം ഓഫായി കിടക്കുന്നു, ഇവരെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിലാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ടാർഗറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം 10ാം ക്ലാസ്സോ +2 ഫെയിലിയറോ അല്ലെങ്കിൽ IT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊക്കെ പാസ്സായ ആൾക്കാർക്ക് റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും അതിൻ്റെ ഇൻറ്റേൺഷിപ്പും അതുകൂടാതെ ഇതിൽ 100% പ്ലേസ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് സാലറി ഉൾപ്പെടെയാണ്. അത് ഒരു 25,000 to 30,000 മന്ത്ലി സാലറി ഉൾപ്പെടെ നമുക്ക് അവരെ കൊള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തുറക്കാൻ പറ്റും. നല്ല വരുന്ന ഒരു 6 മാസം 1 വർഷം അവരുടെ കൃത്യമായിട്ടുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം. എന്ന് വെച്ചാൽ നമ്മൾ വെളിയിലൊരു സാധാരണപ്പെട്ട ഒരാൾ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ചിലവും കഴിഞ്ഞ് ഈ ഒരു എമൗണ്ടൊക്കെ നമുക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് സാധാരണ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് തന്നെ നല്ലൊരു സാധ്യത കമ്പനി തുറക്കുവാണ്. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ട്രെയിനിങ്ങും ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ളൊരു പ്ലേസ്മെൻറ്റ്, അത് 100% നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കമ്പനി കൊടുക്കും. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തുറക്കുവാണ് എല്ലാ അസംബ്ലിയിലും. അതായത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം ഏരിയ എന്നുള്ള, ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഏരിയയിലൊന്നും മാത്രമല്ല
ഓൾ കേരള. അത് കൂടാതെ തമിഴ്നാട്, നമ്മൾ വി ആർ നൗ സ്റ്റാർട്ടിങ് ടു ഓപ്പറേറ്റ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇനിഷ്യൽ സ്റ്റാർട്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടുതൽ സോളാർ പമ്പാണ് നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നത്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ അഗ്രികൾച്ചറിൽ ഈ 25-30 സാലറി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ദായും നമ്മളെ എഡിറ്ററാണ്. ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത്. അവനൊരു അയ്യോ ആൾക്കാർ നല്ല സാലറി ഉണ്ട് നമ്മുടെ. എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർ ഇഷ്ടം പോലെ നമുക്ക് ഓടി എത്താൻ പറ്റുന്നില്ല. അതുമല്ല ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സോളാർ ചെയ്തിട്ട് കളഞ്ഞിട്ട് പോകണം ഇഷ്ടം പോലെ. ഇപ്പം 3.5 ലക്ഷം പേര് സോളാർ ചെയ്തു എന്ന് പറഞ്ഞു. ഇതിലെനിക്ക് തോന്നുന്നു സാധാരണപ്പെട്ട ചെയ്ത ഒരു പകുതി കൂടുതൽ ആൾക്കാർക്ക് സർവീസ് കിട്ടാത്തൊരവസ്ഥയിലോട്ട് പല ആൾക്കാരും ഈ പഴയ പ്ലാന്റ്. എനിക്കൊരു കാര്യം പറയണം. ഞാൻ 10 വർഷം മുമ്പ് സോളാർ ചെയ്തിട്ട് 1 കിലോവാട്ട് ഓഫ് ഗ്രിഡ് ചെയ്തത്. എനിക്കറിയാം. ഞാൻ ആ കമ്പനി ഇന്ന് നിലവിലില്ല. അറിയാം. അപ്പോൾ അത് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ PM സൂര്യകളിൽ രജിസ്റ്റർ ചെയ്ത് 500ഉം 700ഉം സിസ്റ്റം ചെയ്ത കമ്പനികൾ വരെ ഇല്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെ സർവീസ് കിട്ടും? മാനുഫാക്ചറർ കൊണ്ട് സർവീസ് കൊടുക്കൂ. PM സൂര്യക്കാരിൽ എത്ര കമ്പനികൾ ഇപ്പോഴുണ്ട്? 1465 ഡയറക്റ്റ് കമ്പനി. ഇതിന്ന് ക്വിറ്റ് ചെയ്ത എത്ര കമ്പനികളുണ്ട്? അത് എനിക്ക് തോന്നുന്നു ക്വിറ്റ് ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ഇവരെ പേര് കിടക്കും, ഇവർ വർക്ക് കഴിക്കത്തില്ല. എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആർക്കും ഇവർക്ക് ഓപ്പൺ ചെയ്യാം ഒരു പുതിയൊരിത്. പക്ഷേ അതിൽ വരുന്ന അപകടം ഇതാണ് സർവീസിൻ്റെ. ഇപ്പം നേരത്തെ പറഞ്ഞു അദാനി, വാരി, വാട്ടവർ ഏതൊക്കെ ബ്രാൻഡ്, ഇപ്പോൾ ഹാവൽസ് ആയിക്കോട്ടെ, ഇത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് സാധനം മേടിച്ച് ചെയ്യുക എന്നുള്ളതിലുപരി ആഫ്റ്റർ സർവീസ് കിട്ടുക എന്നുള്ളത് കമ്പനി ഡയറക്റ്റ് ഒരിക്കലും വന്ന് നോക്കില്ല. ഏത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിനെ ഒന്ന് നോക്കാനുള്ള ഒരു എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതിനകത്തൊരു പ്രശ്നമില്ല ചേട്ടാ. ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ കറക്റ്റ് ഇപ്പോൾ സെയിം പാനൽ, ഇപ്പോൾ അദാനിയുടെ, ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ അദാനിയുടെ പാനലാണെങ്കിൽ വെക്കുന്ന ഇൻവെർട്ടർ ഇപ്പോൾ വേറൊരു കമ്പനിയുടെ ബ്രാൻഡാണ്. അതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സോളാർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ല. പാനൽസിനാണോ കംപ്ലൈന്റ്, ഇൻവെർട്ടറിനാണോ കംപ്ലൈന്റ്, ഇനി ഏതെങ്കിലും ഫ്യൂസിനാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അവിടെയാണ് ഈ സർവീസ് എന്ന് പറയുന്ന സാധനം. അത് വിളിച്ചാൽ ഫോൺ എടുക്കണം, പോണം. സർവീസ് എന്താ പറയുക, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് കമ്പനി സർവീസ് കൊടുക്കുന്നില്ല. അതെ, അതായത് സർവീസ് അവർക്ക് കിട്ടുന്നില്ല. അത് അവരുടെ എല്ലാ പ്രൊഡക്റ്റിലും ആ സർവീസ് ഇല്ല. എന്നത് പലതിലും ഇല്ലാന്നേ പറയാം. അല്ല, അത് പേരെടുത്ത് പറയാതെ അറിയാം. എല്ലാ ഞാൻ ഇപ്പോഴത്തെ ലാസ്റ്റ് അവരോട് അടിയുണ്ടാക്കി തന്നിട്ടുണ്ട്. അവരുടെ വണ്ടിയാ പുള്ളി യൂസ് ചെയ്യുന്നത്. ലിറ്ററലി ഇത് സത്യമാണ്. കാര്യം നമ്മൾക്ക് അതിന്റെ ഒരു വീഡിയോ ഇട്ട് അതിന്റെ താഴെ വരുന്ന കമന്റ്സ് അതാണ്. നമുക്ക് കമന്റ് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇതിനു മുമ്പ് വണ്ടി തട്ടി, ഈ വണ്ടി തന്നെ തട്ടി 3 മാസം കഴിഞ്ഞ് വണ്ടി തിരിച്ചു കിട്ടാനായിട്ട്. അത് ചെറിയ 3 മാസം കഴിഞ്ഞ് കിട്ടി. 3.5 മാസം അത് കഴിഞ്ഞ് ഇപ്പോൾ കൊണ്ടു കൊടുത്തു. ചെറിയൊരു ഇതാണ്, ബോണറ്റ് ഒന്ന് ഇതായി 2 ആഴ്ച എടുത്ത്. അത് വഴക്കുണ്ടാക്കി മെയിൽ വെച്ചാണ് അത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ഏതൊരു സാധനവും നമ്മളിപ്പോൾ ഒരു കാശ് കൊടുത്ത് മേടിച്ചു, നമ്മളതിൻ്റെ സർവീസ് എത്ര ഫാസ്റ്റ് ആക്കാമെന്ന് അതിൽ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ചിലപ്പോൾ ചിന്തയിൽ ഉണ്ടാവില്ല. കാര്യം അത് നീഡാണ്, ആവശ്യങ്ങളാണല്ലോ. അപ്പോൾ അവിടെ ഈ സർവീസ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോൾ നമുക്കിത് ആരോട് പറയണമെന്ന് അറിയത്തില്ല. ആകെ പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലോട് മാത്രമാണ്. അല്ല, ഇത് നിലവിലെ നമ്മളിതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് നമുക്ക് ഇത് ത്രൂ അറിയാൻ പറ്റുന്ന ആപ്പാണ്. അല്ലെങ്കിൽ അതിൽ ആ ടച്ച് സ്ക്രീനിലാണ് ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അറിയുന്നത്. ഈ സോളാർ വെച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ 2 AC 3 AC ഒക്കെ ഫുൾ ടൈം യൂസ് ചെയ്യുന്നവരുണ്ട് വേനൽക്കാലത്ത്. ഇതൊരു മാസം ഇതിനകത്ത് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ബില്ല് വരുമ്പോൾ ഒരു 15,000-20,000 ബില്ല് വരുമ്പോഴാണ് ഇത് അറിയുന്നത്. എനിക്ക് തോന്നുന്നത് പ്രൊഡക്ഷനെ ഇതിപ്പോൾ എല്ലാവരും ആപ്പൊന്നും ഡെയിലി നോക്കത്തൊന്നുമില്ല. എവിടെയെങ്കിലും പ്രൊഡക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചാൾ കഴിഞ്ഞ പിന്നെ ഈ റിട്ടയർഡ് ആൾക്കാർ മാത്രമാണ് എല്ലാ ദിവസവും നോക്കി. അല്ല കേട്ടോ, ഇത് ഇടയ്ക്ക് സൈറ്റിലേക്ക് ആകുമ്പോൾ ഞാൻ നോക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ നിൽക്കുമ്പോൾ നല്ല ചൂടാണ് സൈറ്റിൽ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കാണുമ്പോഴാണ് ആ ചൂടിനകത്തൊരു സന്തോഷം. സുനീറ, ഞാൻ അതിനകത്തൊരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്താ പറയാ, നമ്മുടെ വാഴ 2 സിനിമ ഇറങ്ങിയ സമയത്ത് തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള പാട്ട് മറ്റേ ഇതിട്ടിട്ടെ, മനസ്സിലായില്ലേ, കറണ്ട് ബില്ല് 18,000 രൂപയൊക്കെ ഇട്ടിട്ട് ഈ സാധനം ബില്ലും കാണിച്ചിട്ട് തൂക്കി ചുവന്ന കരകളോടെ എവിടെ കരണ്ടിയാരെ കയറിപ്പോയി. അതേ ആൾക്കാർ തന്നെ സോളാർ വെച്ച ആൾക്കാർ 250-350 അത് നോർമൽ ആ മീറ്റർ ബില്ല് അത് വെച്ചിട്ട് ഇതേ പാട്ടിടുന്നുണ്ടായിരുന്നു. വലിയ ട്രെൻഡ് സാധനമായിരുന്നു. നമുക്ക് പിന്നെ ഈ ഫ്രാഞ്ചൈസിയുടെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ നമുക്ക് ഒരു ചെറിയ ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ വന്നതാണ്. ഇപ്പം എന്തുകൊണ്ട് സ്വന്തമായിട്ട് അവർക്ക് സോളാർ ചെയ്തുകൂടാ എന്നുള്ളത് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ വലുതാണ്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതോടെ മാനുഫാക്ചറിൻ്റെ നിന്ന് മെറ്റീരിയൽ റീപ്ലേസ്മെൻറ്റോ അതോ ഇപ്പോൾ ഇവരൊരു 200-300 സിസ്റ്റം ചെയ്ത് ഇതിൽ ചിലപ്പോൾ ഒരു 5-10 സിസ്റ്റം ഒരു 5 വർഷമോ അല്ലെങ്കിൽ വാട്ടവർ 2-3 വർഷം കഴിഞ്ഞ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു റീപ്ലേസ്മെൻറ്റോ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റി നിരന്തരമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്ര ഇതുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ചെയ്ത് നമ്മൾ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ബാക്കപ്പ് എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്ത് കൊടുക്കും. നമ്മൾ പറയുന്ന ബ്രാൻഡ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്. അപ്പം അല്ലാതെ വരുമ്പോൾ സ്വന്തമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു 10 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 20 സ്ഥലത്ത് പാനൽ മാത്രം മാറണമെന്നുണ്ടെങ്കിൽ 20-25 ലക്ഷം രൂപ വേണ്ടി വരും. പാനലോ അല്ലെങ്കിൽ വാട്ടവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പം പ്ലാന്റ് മൊത്തവും കംപ്ലൈൻ്റായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 ലക്ഷം രൂപയെങ്കിലും. അപ്പോൾ അതൊരു അവർ ചെറിയ മാർജിനിലായിരിക്കും അവർ നോക്കി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് എടുക്കുന്നവർ ഒരു 10,000 രൂപ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി, അല്ലെങ്കിൽ ഒരു 5,000 രൂപ കിട്ടിയാൽ ദേ ആർ ഹാപ്പി. പക്ഷേ ഭാവിയിലുള്ളൊരു സർവീസോ എന്തെങ്കിലും റിസ്ക് ഫാക്ടറോ ഇവരൊന്നും ഇത് നോക്കാറില്ല. അപ്പോൾ അത് വളരെ വലിയൊരു ഇതാണ്. അത് മാത്രമല്ല ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് വെർട്ടിക്കലായിട്ടുള്ള കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എനർജിയുടെ ഭാഗത്തുനിന്ന് തുറക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ ബാറ്ററി തന്നെ സ്വന്തമായിട്ട് നമ്മൾ അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ആയി എല്ലാം. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഹോം UPSകൾ, ചെറിയ ബാക്കപ്പ് സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ചെറിയ ഹോം ഓട്ടോമേഷൻ കിറ്റുകൾ പോലുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം ഉപരി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ട്രെയിൻ ചെയ്ത ആൾക്കാരെ എടുത്ത് സർവീസ് കിട്ടാത്ത ആൾക്കാർക്ക് ഒരു മാസം ഒരു 25-30 സർവീസ് നമുക്ക് വേറെ തേർഡ് പാർട്ടിക്ക് സർവീസ് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മൾ വഴി ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു മിനിമം ഇൻകം അവർക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അതുവഴിൻ്റെ ഒരു ഗുണം ഈ സർവീസ് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള റെഫറൻസ് ഓർഡറും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഒരു ഇത് വേണ്ടത്. അപ്പം എൻ്റെ ഒരു ഡ്രീം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ ഇപ്പം ഓൺലൈൻ വഴി അവർ മെറ്റീരിയൽ ഡെലിവറി ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അവരൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് പോലെ തന്നെ സർവീസ് നമ്മൾ ഓൺലൈനിൽ ഒരു കസ്റ്റമറിനെ വിളിച്ചാൽ പെട്ടെന്ന് തന്നെ കൊടുക്കണം. അതാണ് എൻ്റെ ഒരു വിഷൻ ഡ്രീം. ആ ഒരു ഡ്രീമോടെയാണ് എനർജി മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, ഇതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡീലർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി, ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരാൾക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അത് നമ്മളിപ്പം നേരത്തെ നമ്മളൊരു 3 to 5 lakhs വരെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് വളരെ കുറച്ചിട്ടുണ്ട്. അഫോർഡബിൾ പ്രൈസിൽ ഇപ്പം ഒരു 3 ലക്ഷം രൂപയ്ക്കകത്തേ ഉള്ളൂ നമുക്കൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നതിന് നമ്മളിതിപ്പം ഒരു ആളുടെ നിന്ന് മേടിക്കും. അത് ഫ്രാഞ്ചൈസി ഫണ്ടോ? അത് റീഫണ്ടബിൾ ആണ്. അത് ഫ്രാഞ്ചൈസി ഫണ്ട്. ഫ്രാഞ്ചൈസിക്ക്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇപ്പം ഒരുപാട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്യണം. 2015 തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പല സ്ഥലങ്ങളിൽ എനിക്ക് ഫെയിലിയർ ആയിട്ടുണ്ട്. ഫെയിലിയർ ആയത് നമ്മളുടെയും കുറേ അറിവില്ലായ്മയും നമ്മളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടൊക്കെ ഉള്ള ഫെയിലിയർ ഉണ്ട്. പിന്നെ വന്ന ആൾക്കാരിൽ നമ്മൾ എടുക്കുന്ന ആൾക്കാരിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ ഇതിൽ നിന്നെല്ലാം പഠിച്ച് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു 6 മാസം ഒരു 8 മാസത്തോളം ഫ്രാഞ്ചൈസി പുതിയ എടുക്കുന്നത് നിർത്തിവെച്ചു. എന്നുവെച്ചാൽ പഴയ ആൾക്കാരെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നുവെച്ചാൽ ഇതിൽ നമ്മളിപ്പോൾ സിസ്റ്റം കൊണ്ടുവന്ന് കൃത്യമായിട്ട് അതുവഴി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പം അവർക്കും നമുക്കുമൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു വ്യക്തത വന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പം നമുക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വീഴ്ചകളുണ്ടെങ്കിൽ പെട്ടെന്ന്. മറ്റേത് ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ ഇപ്പം ഇത്രയും ഫ്രാഞ്ചൈസി 10-35 ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിലും പലരും നമ്മളിൽ നിന്ന് വന്നിട്ടൊരു 7-8 പേര് വിട്ടുപോയി. എന്നുവെച്ചാൽ പഴയ ആൾക്കാരില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഓപ്പണായിട്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളതിൽ ഒന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിൽക്കുന്ന ആൾക്കാരായാലും നമ്മൾ പ്രോപ്പറായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ പറയുന്ന വാക്ക് കീപ്പ് ചെയ്യും. അനാവശ്യമായിട്ടുള്ളൊരു കമൻറ്റ്മെൻറ്റ് ആർക്കും കൊടുക്കില്ല. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. അല്ല, ഇതിനകത്തൊരു പ്രധാന സാധനം ഞങ്ങൾ ഫസ്റ്റ് റോയിച്ചേട്ടൻ പറഞ്ഞൊരു സംഗതി, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ വന്നൊരു കാര്യം. ഞങ്ങളുടെ ഒരു പ്രധാന സംഗതി റോയിച്ചേട്ടാ, ഇതിനകത്ത് ആൾക്കാരുടെ ഒരു ലെഗസി ഒരു വലിയ ഒരു മാറ്ററാണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങളാണേലും കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരാളെ ഒരു വീഡിയോ ചെയ്യാൻ ഒരാളെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം ബെസ്റ്റ് ആവുന്ന പോലെ തന്നെ ആൾ അത്രയും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. ഈ സെയിം ചിന്ത ഞങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ് ഞങ്ങളന്ന് ഇവിടെ ഇരുന്നാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് വിളിക്കുന്നത്. റോജേട്ടാ, ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ റോജാൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞു പറഞ്ഞാലും നോ എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. സീരിയസ്ലി ഇല്ല, നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ ആലോചിക്കട്ടെ, ഇത് ചിന്തിക്കാനായിട്ട് എടുക്കുന്നൊരു സമയമുണ്ടല്ലോ, ഇത് കേൾക്കാൻ എടുക്കുന്നൊരു സമയം പോലും ഇല്ലല്ലോ. ഇത് അല്ല, നമ്മുടെ മറ്റേ കോഴിക്കോട് നടന്ന എറണാകുളത്ത് നടന്ന നമ്മുടെ ഒണ്ടേ വർക്ക്ഷോപ്പിനകത്തും നമ്മളൊരു സ്പോൺസർഷിപ്പ് നമ്മൾ ഫസ്റ്റ് റോയ്ച്ചേട്ടൻ്റെ പേര് പറയുമ്പോഴും ഇവിടെ പറഞ്ഞത് തന്നെ റോയ്ച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം എന്നേ പറയത്തുള്ളൂ കേട്ടോ. ഞങ്ങളതിന് ഇപ്പം ഏതൊരു സംഗതിയും എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ എല്ലാം നന്മയായിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ സത്യം നിങ്ങൾ എല്ലാവരും ദൈവവിശ്വാസികളാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു പൂർണ്ണമായ ദൈവവിശ്വാസിയാണ്. എന്ന് വെച്ചാൽ
ദൈവമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ നന്മ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ഇതുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ അത് എനിക്ക് ആരെ മുമ്പിൽ നിന്ന് തുറന്നു പറയാനുള്ള ഇതുണ്ട്. അതാണല്ലോ ഈ ഫ്ലാറ്റ് മുമ്പിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് കുറേ പേർക്ക് നമുക്ക് സർവീസ് കൊടുക്കാതെ കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നത്തിലോട്ട് പോകും. ഞാനെൻ്റെ നമ്മുടെ പിള്ളേരോടും പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ മിനിമം കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ 8000 സിസ്റ്റം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അത്രയധികം സർവീസുകളും അതിനകത്ത് നമുക്കുണ്ട്. നമ്മളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള നല്ല ഒരു പണിയുണ്ട്. നമുക്ക് അതിനൊരു നല്ല ടീമുണ്ട്, അത് മാത്രം ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നല്ല റെഫറൻസുകൾ കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഒരു വലിയൊരു വിജയം. സോ അത് തന്നെയാണ് ഞങ്ങളും ഈ പറഞ്ഞ എനർജിയിലോട്ട് എത്താനായിട്ടുള്ള ഒരു വലിയൊരു റീസൺ. ഞങ്ങളെ സംബന്ധിച്ചോളം നാളെ നമ്മളെ വിളിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ CM പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നെ കൊണ്ടൊരു അല്ല, നിലവിലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് റോയ്ച്ചേട്ടൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ വന്നിട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഇപ്പോഴും നമുക്ക് പറയാം, റോയ്ച്ചേട്ടനെ വിളിച്ചിട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ, റോയ്ച്ചേട്ടൻ്റെ ആവശ്യത്തിൽ കൂടുതൽ വർക്കുണ്ട്, ചെയ്യാൻ പറ്റാത്ത അത്രയും വർക്കുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോഴും പറയുമ്പോഴേ ഇതിനകത്ത് പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുമ്പോഴും എല്ലാവരും പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ സീരിയസ്ലി ഞങ്ങളുടെ ഇത് അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ്. ഞങ്ങൾ 3 പേരും ഈ ജോയിൻ്റ് അക്കൗണ്ട് ഒരു സിംഗിൾ ഇന്റർവ്യൂ ഈ നിമിഷം പരിഗണിച്ചില്ല. എത്രയാ പൈസ എന്ന് എനിക്ക് ഈ നിമിഷം അറിയത്തില്ല. അത് അറിയുന്ന ഒരാളുടെ അരുണ എത്ര ബാലൻസ് ഉണ്ട്, ഇവിടെ സാലറി എത്ര പോകുന്നുണ്ട്, എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്കായത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. വിശ്വാസം മാത്രമല്ല, അതൊരു പാഷനായിട്ട് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ എനർജിയുടെ നമുക്ക് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ഒരു കാര്യം, എനർജിക്ക് ഇതുപോലെയാണ്. നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ ടീമുണ്ട്. നമ്മുടെ പണ്ട് തൊട്ട് ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു 10-15 പേരുണ്ട്. അവരാണ് നമ്മുടെ നെടും തൂണുകൾ. ഞാൻ ഓഫീസിൽ പോകണ ആഴ്ചയിൽ ഒരു ദിവസം പോലും പോകില്ല. ഇപ്പോൾ അജയ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു കാര്യങ്ങളും തരാം, അവർ തന്നെ പരമാവധി എല്ലാ കാര്യം എനിക്ക് കോൾ വരാതെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്ന രീതി. ഞങ്ങളൊരു ലീഡ് ഇട്ടാലേ, നമ്മുടെ ആ ഗ്രൂപ്പിൽ ഒരു ലീഡ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിനുള്ളിൽ, ഇപ്പോൾ രാവിലെ ഞാനൊരു ലീഡ് ഇട്ടു, അടുത്ത സെക്കൻഡിനുള്ളിൽ റിപ്ലൈ വന്നു. അല്ല, അതാ അവർ മാനേജ് ചെയ്യും. ഞാൻ വിളിച്ച് വഴക്ക് പറയും, നല്ല ഫയർ ചെയ്യും. പക്ഷെ നമ്മൾ ഇഷ്ടത്തോടെയാണ് അത് അവർ പറയാം, അവർക്കറിയാം കാര്യങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. ഞാൻ മരിച്ചാൽ പോലും ഓഫീസ് അടയ്ക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് പോലും അടയ്ക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് ആ രീതിയിൽ കൊണ്ട് ഞാൻ എല്ലാ മീറ്റിങ്ങിലും അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് വന്നാലും ഞാൻ പറയാം, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും എൻ്റെ സ്ഥാപനം അന്ന് പോലും തുറക്കാതിരിക്കരുത്. ആ രീതിയിലാണ് എനിക്ക് എൻ്റെ ഒരു ഇതുള്ളത്. അങ്ങനെ വേണം, അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഒരു 4 ദിവസം മുന്നേ റോയ്ച്ചേട്ടൻ എന്നെ വിളിച്ചിട്ടും സുനീർ നമുക്കൊരു വീഡിയോ വേണമല്ലോ, എന്തായിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യാനുള്ള കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ ഹൈബ്രിഡ് ആയിക്കോട്ടെ, ഈ കുറച്ച് കാര്യങ്ങൾ അപ്പം നമ്മൾ തരുന്ന മാക്സിമം ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ടാണ് അത്രയും തിരക്കുള്ള ഒരാൾ. നമുക്കിപ്പം ഇനിയിപ്പോൾ റേറ്റ് കൂടും, ALCM എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നുണ്ട്. ഇപ്പം നോൺ DCR ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ്. പിന്നെ എത്രത്തോളം ആൾക്കാർ പെട്ടെന്ന് ചെയ്തു മാറാൻ പറ്റും അത്രത്തോളം. 2027 എത്ര വരെ? മാർച്ച് 31 മാർച്ച്, അതായത് വരുന്ന വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഏതില്ല, സബ്സിഡി ഈ സ്കീം ചിലപ്പോൾ പുതിയ സ്കീം വരുമായിരിക്കും. ചിലപ്പോൾ അതിൽ റേറ്റ് കുറവാണോ, ഇതിനൊക്കെ ബാങ്ക് ലോൺ കിട്ടുമോ, ഇത്രയും ഫീസിബിലിറ്റി കാണുമോ, ഇതൊക്കെ ഇഷ്യൂസാണ്. ഇത് വരുന്നതിന് മുമ്പ് നേരത്തെ വേറൊരു സ്കീം ആയിരുന്നു, അതേപോലെ പുറപ്പുറ സൗരോർജ്ജ പദ്ധതി KSEB. അത് ഇത്രത്തോളം ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇത്രത്തോളം സബ്സിഡി ഇല്ലായിരുന്നു. ഇത്രത്തോളം എന്ന് വെച്ചാൽ അതൊരു ലിമിറ്റഡ് കമ്പനികൾ മാത്രമേ ഉള്ളായിരുന്നു. 1400 അന്ന് എനിക്കൊന്ന് 28 കമ്പനിയുള്ളൂ, ഇന്ന് 1400 കമ്പനി ഉണ്ടായിരുന്നു. ഇത് നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് പറയേണ്ട ഒറ്റ സാധനമുണ്ട്, വീട്ടിൽ LPG ഉണ്ട്, ഒരു AC ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട, ധൈര്യമായിട്ട് സോളാർ വെക്കാം, നിരാശപ്പെടണ്ട. ഇത് ഈ 2 വീലർ മാറ്റാൻ പറയണം. 150-200 രൂപ പെട്രോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്, സാധാരണപ്പെട്ടവൻ. അവരുടെ പൈസ മൊത്തവും പെട്രോൾ തിന്നു തീർക്കുകയാണ്. അത് ഒരു EV സ്കൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ അവന് 5 രൂപ 7 രൂപ ഉള്ളൂ ഒരു ദിവസം, ഈ 150-200 രൂപ. അതായത് അല്ല, എന്റെ ഓഫീസിലെ സർവീസിന് ഞാൻ ഇപ്പൊ 5 EV മേടിച്ചു. അപ്പൊ അത് മാറിയപ്പോ തന്നെ എനിക്കൊരു 20,000 രൂപ ഒരു മാസം അത് സേവ് ആയി. ഞാൻ വീണ്ടും മേടിക്കുന്നത്, ഞാൻ ഒരു 5 എണ്ണം കൂടെ. അപ്പൊ സർവീസിന് ആകുമ്പം ആ പൈസ കുറച്ച് കൊണ്ടുവരുന്നു. ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് കാറും ഉണ്ട്. ഇപ്പൊ നെക്സോൺ 2 എണ്ണം ഉണ്ട്, ഒരു Tiago. എനിക്ക് തോന്നുന്നു ഇവരുടെ മറ്റേ അഡ്വർടൈസിങ് ഒരു വണ്ടി ഉണ്ട്, അത് EV കൊമേഴ്ഷ്യൽ ഉണ്ട്. അത് ഞാൻ ഡെലിവറിക്ക് ഉപയോഗിക്കും, പ്രൊമോഷനും ട്രക്ക് എടുത്ത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഈ പറഞ്ഞ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ. മാത്രമല്ല, നിങ്ങൾക്ക് വീണ്ടും പറയുന്നു, എത്രയും പെട്ടെന്ന് വെക്കുന്നവർക്കായിട്ട്, ഈ പറഞ്ഞ സോളാർ വെക്കുന്നവർക്കായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ പരിപാടി സെറ്റാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് റോയ്ചേട്ടാ, താങ്ക് യു സോ മച്ച്. അടുത്ത അപ്ഡേഷനിൽ കാണാം, ഓരോ അപ്ഡേഷനും. കാര്യം സോളാറിനെ കുറിച്ച് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ
എനിക്കൊരു വലിയ ഐഡിയ ഇല്ലാത്തൊരു സാധനം ഇത്. കാര്യം അല്ല ഇത് ഇപ്പൊ പഠിച്ചു വരുമ്പോൾ ഏകദേശം മാറും. കുറച്ചൊക്കെ ഇതായില്ലേ നമ്മൾ നേരത്തെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത് മാറും. മാറും. അത് അടുത്ത അടുത്ത സാധനമാവും. അങ്ങനെ അപ്ഡേഷൻ. പാനൽ തന്നെ ഇപ്പോൾ ഒത്തിരി മാറി, ചേഞ്ച് വാട്ടേജ് ഒക്കെ മാറി. അല്ല ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ നമ്മളൊരു കസ്റ്റമർ വിളിച്ചിട്ട് വെച്ചിട്ട് 5 കിലോ വാട്ട്സ് ആണ്. അപ്പോൾ ഒരു 4 വാട്ട്സിന്റെ വ്യത്യാസം ഉണ്ട്. ആ 496 ഉള്ളു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് 5 കിലോ വാട്ട്സ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര പാനലുണ്ട്. അപ്പോഴാണ് ആ ഒരു വീണ്ടും നമ്മൾ വിളിക്കുമ്പോഴാണ് അപ്ഡേഷൻ അറിയുന്നത്. അതായത് ടൈല് പറഞ്ഞ പോലെ ടൈലിന്റെ അളവ് കണക്കായി സാധനം വരിക എന്ന് പറഞ്ഞ പോലെ. ഒരു 4 വാട്ട്സേ ഉള്ളൂ. 4 വാട്ട്സ്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ? ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ആർക്ക് ടോക്സ്.